എടി നിതേ. ആ രാഹുലേ, നിന്റെ വണ്ടി ഒന്ന് വരുവോ? വണ്ടി എടാ എനിക്ക് എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് വേണ്ടടാന്ന്. എടി ഞാൻ ഇപ്പൊ ഒരു 10 മിനിറ്റ്. നിനക്ക് എവിടെ പോവാനാ? എടി എനിക്കൊന്ന് ബാങ്കിൽ പോകാനായിരുന്നു. എടാ നീ അപ്പത്തേക്ക് വരുവോ? എടി ഞാൻ ഒരു 10 മിനിറ്റിനകത്ത് വരും. എന്തുവാടി, ഒരു വണ്ടിയല്ലേ. 11 മണിയാകുമ്പത്തേന്ന് ഞാൻ റെഡി ആയി നിക്കാം. അപ്പത്തേക്ക് വണ്ടി കൊണ്ട് തന്നായി. ആയിക്കോട്ടെ, എന്നാ നീ കൊണ്ടുപോക്കോ. ഞാൻ തുടച്ചോണ്ട് നിക്കാനും സാറില്ല. എടുത്തോന്നാ. ഇത് എങ്ങനെയാടി നീ ഉറ്റിക്കൊണ്ട് കിടക്കുന്നേ? വണ്ടിയൊക്കെ ഒന്ന് മാറ്റാറായിട്ടോ. സ്റ്റാർട്ടാവും ഇത്. ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടായില്ല. ആ ശരി, പോയിട്ട് വരാട്ടാ. 11 മണിക്ക് തന്നെ വരണേ. വണ്ടി ഹെൽമെറ്റ് എടുത്ത് വെച്ചിട്ട് പോടാ. ആ വെച്ചോളാം. 11:30 പിന്നെ എവിടെ ഫോൺ എടുക്കണില്ല. മോളെ ഒന്നെങ്കിൽ വാ, നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാ. ആ ഒന്നും സാരല്ല, വാ ഇങ്ങോട്ട്. ഇതാരീ വിളിക്കുന്നേ? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ മണ്ടാരം. അല്ല മോളോടല്ല, വേറെ കോള് വന്നാ. ബിസി ആക്കുന്നോ? മോളെ ചേട്ടന് ഒരു തിരക്കുമില്ല. മോളിങ്ങ് വന്നാ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാം. ഒരു മിനിറ്റ് കേട്ടോ മോളെ. മോളെ ഞാൻ ഇപ്പൊ വിളിക്കാട്ടോ, ഒരു കോള് വരുന്നുണ്ടേ. ഹലോ എടാ, നീ എന്താടാ ഫോൺ എടുക്കാത്തെ? എന്റെ പൊന്ന് നില, ഞാൻ ഇപ്പൊ വരാം. എടാ 11 മണിക്ക് പോണെന്ന് പറഞ്ഞല്ലേടാ. എടാ അവിടെ മാരേജ് ഫംഗ്ഷൻ ഇപ്പൊ കഴിയടാ. എടി ഒരു 10 മിനിറ്റ് അവിടെ നിക്ക്, ഇതേ വരുന്നത്. 11:30 ആയുള്ളൂ. എവിടെ നീ നിക്കുന്നേന്ന് പറ, എന്നാ ഞാൻ അങ്ങോട്ട് ഓട്ടോ വിളിച്ചു വരാം. എനിക്ക് വേറെ കോള് വരുന്നുണ്ടേ, ഞാൻ പിന്നെ വിളിക്കാം. തിരക്കാട്ടോ, പിന്നെ വിളിക്കാവേ. അറ്റ്ലീസ്റ്റ് നീ കോളെങ്കിലും അറ്റൻഡ് ചെയ്യേ. പണിയായില്ലേ ഈ ചെറുക്കിന് വണ്ടിയും കൊടുത്തത്. മോളെ ചായ കുടിക്ക്. ശ്ശേ, 12 മണിയായി. ശല്യല്ലേ ഓരോരുത്തർ വിളിക്കുന്നേ ചുമ്മാ. എടുക്കുന്നില്ലല്ലോ അവൻ. പിന്നെയും പിന്നെയും വിളിക്കണല്ലോ. ഞാൻ ഒരു 10 മിനിറ്റിനകത്ത് എത്തും. ഫ്രണ്ട്സ് വിളിക്കുന്നേ, അവിടെ ചെല്ലാൻ പറഞ്ഞ് വിളിക്കുന്ന. ഇവനൊക്കെ വണ്ടി കൊടുത്തത് എന്താ ചെയ്യാ? അപ്പൊ അവിടെ മുഹൂർത്തം ആവാറായല്ലോ. ശോഭേച്ചിനോടൊന്ന് ചോദിച്ചോക്കാം. ശോഭേച്ചിന്റെ വീട്ടില് വണ്ടി ഉണ്ടല്ലോ. വണ്ടീന്റെ താക്കോല് എപ്പോഴും പാന്റിന്റെ കീശയിലുണ്ടാകുക. ശോഭേച്ചി, എന്തായാലോളെ ഇവിടെ തകിലിന്റെ വണ്ടി ഒന്ന് എനിക്ക് തരുമോ? വണ്ടിയോ? എനിക്കൊരു കല്യാണത്തിന് പോകാണ്ടേനെ. വണ്ടീന്റെ താക്കോൽ അതിനൂടെ ഉണ്ടാവില്ലല്ലോ. ഓനങ്ങുണ്ടോക്കല്ലേ വണ്ടീന്റെ താക്കോല് കാറിലിട്ടിട്ട്. എന്റെ വണ്ടി ആ രാഹുൽ ഒന്ന് വാങ്ങി ഇതുവരെ കൊണ്ട തന്നില്ല. 11 മണിക്ക് കൊണ്ടുതരാന്ന് പറഞ്ഞതാ. വണ്ടീന്റെ താക്കോൽ ഓനങ്ങുണ്ടോക്ക ഇവിടെ വെച്ചിട്ടാരും ഞാനിത് ഓടിക്കുന്നില്ലാലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓട്ടോറിക്ഷ എന്താ വിളിക്കാം. വണ്ടീന്റെ താക്കോല് ഓളെ വണ്ടി എന്തായിപ്പോയി? സ്വന്തം വണ്ടിയും വെച്ചും കൊണ്ട് ഇറക്കാൻ നടക്കുന്നു. ഇവിടുത്തെ വണ്ടീൻ്റെ താക്കോല് ഞാൻ കൊടുക്കൊന്നുമില്ല. ഇനി അല്ലാണ്ടല്ലേ ഇവൻ എടുക്കണ വരെ ഞാൻ വിളിച്ചോണ്ടിരിക്കും. ഹലോ എടാ, എത്ര നേരമാണ് ഞാൻ വിളിക്കുന്നത്? നിനക്കൊന്ന് ഫോൺ അറ്റൻഡ് ചെയ്യെങ്കിലും ചെയ്തൂടെ? എടി ആ വരുന്ന ഒരു 10 മിനിറ്റ്. 1-2 മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട്. എടാ എന്തുവാണ് ഇതിങ്ങനെയൊന്നും അല്ലല്ലോ നീ വണ്ടി വാങ്ങുമ്പോ എന്നോട് പറഞ്ഞത്. എടി ഞാൻ ചൊറയെ കുടുങ്ങിപ്പോയി, അതുകൊണ്ടാ. മര്യാദക്ക് ഇപ്പൊ തന്നെ എന്റെ വണ്ടി ഇവിടെ കൊണ്ടിട്ടോ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എടി നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരു വണ്ടിയല്ലേ. എന്റെ വണ്ടിയല്ലേ, നിന്റെ വണ്ടിയൊന്നും അല്ലല്ലോ. ആയിക്കോട്ടെടി, ഞാൻ എന്താ വരുന്നത്. നീ നിന്റെ വണ്ടിയും വേണ്ട, നീ ആയിട്ടുള്ള ബന്ധം അവസാനിച്ചു കേട്ടോ. ഇവനോടൊക്കെ ഇങ്ങനെ പറയാതെ രക്ഷയില്ല. ഉള്ളൊരു വണ്ടി. എന്റെ ബെൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ പോകുന്നു. നമ്മളൊക്കെ ഒരുമിച്ച് കളിച്ച് വളർന്നാ, നീ മറക്കരുത് കേട്ടോ അത്. ഇതോടെ തീർന്നു ഫ്രണ്ട്ഷിപ്പ് ഏതായാലും.
ആ ശോഭേച്ചി, രാഹുൽ എവിടുന്നാ വരുന്നേ? ഞാൻ ആ നിധേന്റെ വീട് വരുന്ന പോയതായിരുന്നു. അന്തോന്നെ എന്റെ മുഖത്തൊരു വല്ലാണ്ട്. എന്റെ ശോഭേച്ചി, ഞാൻ നിധേന്റെ കയ്യിൽ ഒരു വണ്ടി വാങ്ങിയതാ. ഞാൻ ആകെ ബുദ്ധിമുട്ടി പോയി അവളുടെ കയ്യിൽ ഒരു വണ്ടി വാങ്ങിയിട്ട്. മോനെ അണക്ക് കണാറത്ത കൈക്ക് ഉപ്പ് വയ്ക്കാതെ ചെറിയോളാ, ഒരു വണ്ടിയല്ലേ. അവിടെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ സമ്മതിക്കോ? വിളിയോട് വിളി. ആ തുടരെ വിളി. ശരി മോനെ, ഞാൻ ബാങ്കിൽ പോവാന്ന് പറഞ്ഞതാ. ബാങ്കിലാവുമ്പോ എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ, കുറച്ച് വൈകൂലേ. എന്റെ മോനെ ഇനി അല്ലാണ്ട് പോവുക, ചെറിയോളെടുത്ത് വണ്ടിക്ക് അങ്ങില്ലേ വണ്ടി, അഖിലിന്റെ വണ്ടി അനക്ക് എന്നോട് വെച്ചാ പോരായിനോ? ഇനി അങ്ങോട്ട് പോവില്ല ശോഭേച്ചിയെ. അതല്ലേ ഒരു ചെറുപ്പക്കാരോടൊക്കെ എങ്ങനെയാ പറയാൻ തോന്നാ പഠിച്ചോനെ. എന്നാ ശരി ശോഭേച്ചി, ആയിക്കോട്ടെ നടക്കട്ടെ. ഞാൻ നിധയായിട്ട് ഒരു കണക്ഷനും ഇല്ല. എന്തൊക്കെ ആളുടെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ആവശ്യമില്ല. ഇത്രയും വയസ്സായിട്ട് തെക്കോട്ടും വടക്കോട്ടും നടക്കുക, ഒരു വണ്ടിയൊന്നും ഇല്ലാണ്ട് ആരാണ്ട് വണ്ടിക്ക് ഇരന്ന് നടക്കുന്നു. ഇനി അങ്ങേക്ക് വാങ്ങി തരട്ടെ വണ്ടിക്ക്, ഞാൻ വല്ലാണ്ട് കൊടുക്കും. തെക്കോട്ടും വടക്കോട്ടും ഇറങ്ങുന്ന നേരത്തിന് ഒരു വണ്ടി വാങ്ങിയാൽ പോരെ. ഇനി അല്ലാണ്ടല്ലേ. ഇതേൻ്റെ അടുത്തുനിന്ന് പോയി നോക്കട്ടെ, ബാക്കി ആടെന്നറിയാം. എന്താളെ നമുക്കൊരു വിഷമം പോലെ. ശോഭേച്ചി ഇരിക്കേ. ഞാൻ കണ്ടത്തില്ലായിരുന്നു. എന്തൊരു ചൂടല്ലേ. അനക്കെന്തൊരു വിഷമം പോലെ. ഒന്നുമില്ല ശോഭേച്ചി. അതല്ല ഇങ്ങോട്ട് കല്യാണത്തിന് പോകാനിട്ട് പോയില്ല? ഇല്ല ചേച്ചി, അത് മേപ്പിയൂരാ, 20 കിലോമീറ്റർ ഇല്ല ഇവിടുന്ന്. ബസ്സിന് പോയാൽ മുഹൂർത്തം ആകുമ്പോഴത്തേക്ക് എന്തായാലും എത്തൂല. പിന്നെ ഓട്ടോറിക്ഷ വിളിച്ച് പോവാന്ന് പറഞ്ഞാ അത്രയും പൈസ ആവൂലേ. ഇനിയിപ്പോ എന്തായാലും പോകുന്നില്ല, മുഹൂർത്തൊക്കെ കഴിഞ്ഞ്. അതല്ല മോളെ, ഞാൻ പറയുന്നുണ്ട് ഇനി ഒന്നും വിചാരിക്കരുത്. ഇപ്പോഴത്തെ കാലത്ത് ഒരാൾക്കൊരു ഉപകാരവും ചെയ്തൂടാ. ഞണക്ക് പോകാൻ ഇറങ്ങി എന്തിനു വണ്ടി ഓനും എടുത്തത്? അത് ശരിയാവും. അന്ന് ചോദിച്ചപ്പോ എനിക്ക് തരാൻ പറ്റൂല എന്ന് പറയാൻ തോന്നിയില്ല. അത് വണ്ടിയൊന്നും ആർക്കും വിട്ട് കൊടുക്കരുതോടെ. എവിടെയെങ്കിലും കൊണ്ടച്ച് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കേസും കൂട്ടാൻ എന്റെ പേരിലല്ലേ വരിക? ശോഭേച്ചി, ഞങ്ങള് ചെറുപ്പം തൊട്ടേ കൂട്ടുകാരാ. അപ്പോൾ ഓൻ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാ. പിന്നെ പെട്ടെന്ന് കൊണ്ടുതരാന്ന് പറഞ്ഞോണ്ടാ ഞാൻ കൊടുത്തത്. അവന്റെ ഒന്ന് മുഖത്ത് നോക്കി ഇല്ലാന്ന് പറയാൻ എനിക്ക് ആവില്ല ശോഭേച്ചി. അല്ലോണേ, ഇപ്പൊ എന്തായി? എന്നിട്ട് വണ്ടി കൊടുത്തിട്ട് ഉപകാരം ചെയ്തിട്ട് ഇപ്പൊ എന്തായി? ശോഭേച്ചി ഒന്നും മിണ്ടല്ല, എനിക്ക് ആകെ വിഷമായിട്ടില്ല. എന്റെ ഉള്ള സമാധാനവും പോയി കിട്ടിയില്ലോടെ. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണ് ശോഭേച്ചി. അത് അതിലും ബെസ്റ്റ് ഫ്രണ്ട് വണ്ടി കൊണ്ടുപോയിട്ട് കൊണ്ടെത്തന്നിക്കല്ലേ. അതങ്ങനെയാന്നോളെ. ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യരുത്. ചെയ്തോ അപ്പൊ എന്താ അങ്ങ് നഷ്ടപ്പെട്ടു, അങ്ങനെയാ വരിക. എന്നാ ശോഭേച്ചി അങ്ങോട്ട് പോട്ടെ, ശോഭേച്ചിക്ക് പണിയുണ്ട്. ആയിക്കോട്ടെ ശോഭേച്ചി. എന്റെ ചെരുപ്പ്. ശോഭേച്ചി ആളിച്ചിരി നെഗറ്റീവ് ആണേലും പറഞ്ഞതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റണം.